വീണ്ടും അബിയു പഴങ്ങളുടെ കാലമായി. മധുരമുള്ള പഴങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നവർ ഇത് വച്ച് പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കരിക്കിന്റെ സ്വാദിനോട് സമാനമായ ഒരു സ്വാദാണ് ഇതിനുള്ളത്. നേരിയ മധുരവുമുണ്ട്. ഇപ്രാവശ്യം 100 കണക്കിന് കായ്കളാണ് ഉണ്ടായത്. കായ്കളുടെ കനം കാരണം മിക്ക മരച്ചില്ലകളും ഒടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരു ബഞ്ചിൽ തന്നെ 3-4 കായകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കായകളുടെ വലിപ്പം തീരെ കുറഞ്ഞുപോയി. മഞ്ഞ നിറമാകുന്നതോടെ വവ്വാലും കിളികളും അണ്ണാനും എല്ലാം ഭക്ഷണമാക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കവർ ചെയ്തിട്ടിരിക്കുകയാണ്. തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശത്താണ് ഇത് ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. പൗട്ടീരിയ കൈമിറ്റോ എന്നാണ് അബിയുവിന്റെ ശാസ്ത്രീയ നാമം. സാധാരണ ഒരു ഓറഞ്ചിന്റെ വലിപ്പമുണ്ടാകും കായകൾക്ക്. സ്വാദുള്ള ഒരു പഴമെന്നതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ഉണ്ടായിക്കിടക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഫ്രൂട്ട് മുറിക്കുമ്പോൾ അതിനകത്തുള്ള വെളുത്ത നിറത്തിലുള്ള ക്രീം ജെല്ലിയാണ് നമ്മൾ കഴിക്കുന്നത്. കരിക്കിനോട് സാദൃശ്യമുള്ള സ്വാദും ഒരു മധുരവും ഇതിനുണ്ട്. അബിയുവിന്റെ മറ്റൊരു വകഭേദമാണ് തായ്വാൻ അബിയു. അതിന് ഒന്നുകൂടി വലിപ്പവുമുണ്ട്, സ്വാദും കൂടുതലാണ്. വർഷം മുഴുവനും ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ കാലാവസ്ഥയിൽ അബിയു നന്നായിട്ട് വളരും. അബിയുവിന് യെല്ലോ സ്റ്റാർ ആപ്പിൾ എന്നും പേരുണ്ട്. അബിയു പൂവിട്ട് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. പോഷക സമ്പുഷ്ടമായ ഒരു ഫലമാണ് അബിയു. വൈറ്റമിൻ എ, വൈറ്റമിൻ B3, കാൽസ്യം, ഫോസ്ഫറസ്, ഫൈബർ എന്നിവയുടെ എല്ലാം ഒരു ഉറവിടമാണ് അബിയു. പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് സ്റ്റോറേജ് ലൈഫ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള 3-4 പഴങ്ങൾ മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഈ കാണുന്ന അബിയു ആദ്യമായിട്ട് കായ്ച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന എല്ലാ കായ്കളും കവർ ചെയ്തിടാൻ തീരുമാനിച്ചു. 4 അബിയു മരങ്ങൾ വീട്ടിലുണ്ട്. 4 മരത്തിലെ പഴങ്ങൾക്കും വേറെ വേറെ സ്വാദാണ്. അബിയു ഫ്രൂട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.